الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ഫിഖ്ഹ് സുന്നയുടെ കർമ്മശാസ്ത്ര ക്ലാസ്സിൽ നമസ്കാരത്തിന്റെ രൂപം പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച അതിന്റെ രൂപം അവസാനിച്ചു. ശേഷം നമസ്കാര ശേഷമുള്ള ദിക്റുകളും പ്രാർത്ഥനകളും വളരെ പ്രാധാന്യമുള്ളതും വളരെ മഹത്തരവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ 3 തവണ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറയും. ശേഷം അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു കഴിഞ്ഞാൽ ആദ്യം ചൊല്ലിയിരുന്ന പ്രാർത്ഥന ദിക്ർ ഇതാണ്. ഇസ്തിഗ്ഫാറിന്റെ പ്രാധാന്യം. നമ്മളൊരു കടലാസ് പെൻസിൽ വാങ്ങിയാൽ ഒരു തല കൊണ്ട് എഴുതുമ്പോൾ മറ്റേ തലക്കല് മയക്കുന്ന റബ്ബറുണ്ട്. എഴുതുമ്പോൾ അബദ്ധം വരും, ഉടനെ തിരുത്തുക. മനുഷ്യനാണ്, ജീവിതത്തിൽ തെറ്റുകൾ വരും. തെറ്റ് വന്നാൽ ഉടനെ തിരുത്തുക. അതാണ് ഇസ്തിഗ്ഫാറിന്റെ ഗുണം അല്ലെങ്കിൽ ലക്ഷ്യം. വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഇസ്തിഗ്ഫാർ എന്നത്. ഇസ്ലാം ഏറ്റവും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ ഇരിക്കുകയാണെങ്കിൽ, അത് ഏത് സദസ്സാവട്ടെ, ആ സദസ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ പറയുന്ന വാക്ക് അസ്തഗ്ഫിറുല്ലാഹ് എന്നായിരിക്കും. ശരീരത്തിന്റെ നികുതിയാണ് ളുഹ നമസ്കാരം. ളുഹ നമസ്കാര ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതനുസരിച്ച് നമ്മൾ എണ്ണുകയാണെങ്കിൽ 100-ലധികം തവണ റബ്ബി ഗഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം എന്ന ഇസ്തിഗ്ഫാറും തൗബയും ഉൾപ്പെട്ട ദുആ 100-ലധികം തവണ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലാറുണ്ട് എന്ന് കാണാം. സൂറത്തുൻ നസ്ർ ഇദാ ജാഅ നസ്റുല്ലാഹ് എന്ന സൂറത്തു തൗദിയ, യാത്രയപ്പിന്റെ അധ്യായം എന്നറിയപ്പെടുന്ന ആ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്ക് അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മംഗളാശംസ നേർന്ന കുറേ വിഭാഗമുണ്ട്. അറബി ഭാഷയിൽ തൂബ എന്ന വാക്കിന്റെ അർത്ഥം മംഗളാശംസ. മംഗളാശംസ, തൂബ. തൂബ എന്ന് പറഞ്ഞ് 1400 കൊല്ലം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മംഗളാശംസ നേർന്ന കുറേ വിഭാഗ ആളുകളുണ്ട്. അതിൽ ഒരു വിഭാഗം തൂബ ലിമൻ കാന സഹീഫതഹു കസീറൻ മിനൽ ഇസ്തിഗ്ഫാർ. ഏതൊരുത്തന്റെ നന്മയുടെ ഏട്, നന്മയുടെ ഗ്രന്ഥം, നന്മ തിന്മ എഴുതുന്ന ആ ഗ്രന്ഥം ഇസ്തിഗ്ഫാർ കൊണ്ട് ധന്യമായോ അവന് മംഗളാശംസ. ഒരു ദിവസം ഞാൻ 100-ലധികം തവണ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാറുണ്ട് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും ചൊല്ലേണ്ട സംഗതി. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹ്ക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുന്നതും തൗബത്ത് ചെയ്യുന്നതൊക്കെ ഇഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു യാത്രക്കാരൻ ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ യാത്ര പോകുന്നു. നല്ല ചൂടാണ്, ചൂട് കാറ്റുണ്ട്, കഴിക്കാനുള്ള ഭക്ഷണം, കുടിക്കാനുള്ള വെള്ളം, യാത്രാ സാമഗ്രികളൊക്കെ അദ്ദേഹത്തിന്റെ ഒട്ടകപ്പുറത്തുണ്ട്. വളരെ ധൃതിയിൽ അദ്ദേഹം ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുമ്പോൾ നല്ല ചൂട് കൂടിയപ്പം അല്പം ഒന്ന് വിശ്രമിക്കാൻ ഒരു മരത്തണിൽ അദ്ദേഹം ഇറങ്ങി. അവിടെ അങ്ങനെ ഇരുന്നപ്പോൾ സ്വാഭാവികമായി ഉറങ്ങിപ്പോയി. അല്പസമയം കഴിഞ്ഞ് ഞെട്ടി ഉണർന്നപ്പോൾ തൻ്റെ ഒട്ടകത്തെ കാണാനില്ല. കണ്ണത്തോ ദൂരം പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ
അദ്ദേഹം തന്റെ ഒട്ടകത്തെ നോക്കി, എവിടെയില്ല. ഒരടി മുന്നോട്ട് പോവാൻ സാധിക്കാത്ത വിധം ചുട്ട് പഴുത്ത മണൽ, വരളുന്ന തൊണ്ട, ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല. മരിക്കല്ലാതെ യാതൊരു രക്ഷയില്ല. അദ്ദേഹം നിരാശനായി ആ ഇരുന്നോടത്ത് അവിടെ ഇരുന്നു, വീണ്ടും ഉറങ്ങിപ്പോയി. ഒരു ശബ്ദം കേട്ട് കണ്ണു തുറന്നപ്പോ നഷ്ടപ്പെട്ട ഒട്ടകം തന്റെ മുമ്പിൽ നിൽക്കുന്നു. ഈ മനുഷ്യന്റെ സന്തോഷത്തിന്റെ ആധിക്യം ഞാൻ എൻ്റെ ശ്രോതാക്കളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ആ സന്തോഷാധിക്യത്താൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തെറ്റിപ്പോയി. അല്ലാഹുമ്മ അൻത റബ്ബി വ അന അബ്ദുക്. അല്ലാഹുവേ, നീ എൻ്റെ റബ്ബും ഞാൻ നിന്റെ അടിമയുമാണ് എന്നാണ് പറയേണ്ടിയിരുന്നത്. അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക്. പടച്ചോനെ, നീ എൻ്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാണ് എന്ന് അയാൾ പറഞ്ഞു പോയെങ്കിൽ, അയാളുടെ വാക്കിലെ ഈ സ്ഖലിതം സംഭവിക്കാൻ മാത്രം മനസ്സിനുണ്ടായ സന്തോഷം, അതുപോലെയാണ് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന, തൗബ ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്കുള്ള താല്പര്യം. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇബാദത്ത് കഴിഞ്ഞ ഉടനെ, ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് നമസ്കാരം. അത് കഴിഞ്ഞ ഉടനെ ഒരു മനുഷ്യനിൽ നിന്ന് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇസ്തിഗ്ഫാർ കൊണ്ടാണ് നമസ്കാര ശേഷമുള്ള ദിക്റുകൾ നമ്മൾ ആരംഭിക്കുന്നത്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള മുഴുവൻ പ്രവാചകന്മാർ സമൂഹത്തെ പഠിപ്പിച്ചതാ. ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. ഫഖുൽതു, ഞാൻ പറഞ്ഞു. ആര്? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. ആരോട്? ബാബിലോണിയയിലെ ആളുകളോട്. ആരാണ് നൂഹ് നബി? ആദ്യത്തെ റസൂലാണ്. അന്നത്തെ മനുഷ്യർ മുതൽ ഇന്നത്തെ മനുഷ്യന്മാർ വരെ പ്രവാചകന്മാർ ആവശ്യപ്പെട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം, തൗബ ചെയ്യണം, പശ്ചാത്തപിക്കണം എന്നാണ്. അത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള എല്ലാ തൗഫീഖും അനുഗ്രഹവും അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ഏതൊരുത്തൻ ഇസ്തിഗ്ഫാർ നിത്യമാക്കിയോ അവർക്ക് അള്ളാഹു എല്ലാ ഇടുക്കത്തിൽ നിന്നും വിശാലത നൽകും, എല്ലാ മനോവിഷമത്തിൽ നിന്നും സൗഖ്യം നൽകും. അവൻ അറിയാത്ത വഴിയിൽ അള്ളാഹു അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. ഹസൻ ബസരി റഹിമഹുല്ലാഹ് വീട്ടിലിരിക്കുകയാണ്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഹസൻ ബസരി, ഞങ്ങളുടെ നാട്ടിൽ തീരെ മഴയില്ല, വെള്ളം കിട്ടാതെ വളരെ പ്രയാസത്തിലാണ്, എന്താണ് ഒരു പരിഹാരം? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, തൗബ ചെയ്യുക. അയാൾ പോയി. രണ്ടാമതൊരാൾ വന്നു, ഞാൻ കല്യാണം കഴിച്ചിട്ട് ഒരുപാട് കാലമായി, കുട്ടികളുണ്ടായില്ല, എന്താണ് ഹസൻ ബസരി ഒരു പരിഹാരം? നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളി, തൗബ ചെയ്തോളൂ. അദ്ദേഹം. മൂന്നാമത്തെ ആൾ വന്ന് പറഞ്ഞു, സാമ്പത്തികമായി വളരെ പ്രയാസത്തിലാണ്, ദാരിദ്ര്യമാണ്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, സാമ്പത്തിക രംഗത്തെ ഈ വിഷമം തീരാൻ എന്താ വഴി? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളി, തൗബ ചെയ്തോളി. മൂന്നാമത്തെ ആളും പോയി. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ വേറുണ്ടായിരുന്നു. അയാൾ ചോദിച്ചു, അതല്ല ഹസൻ ബസരി, താങ്കളുടെ അടുത്ത് 3 ആവശ്യങ്ങളുമായി ആള് വന്നു, മൂന്നാൾക്കും പറഞ്ഞെടുത്തത് ഒരേ പരിഹാരമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കാണ്. ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ അള്ളാഹുവിനോട്, ഞാൻ പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. അള്ളാഹു ഏത് തരം പാപവും പൊറുക്കുന്നവനാണ്. അലൈക്കും മിദ്റാറ, സമൃദ്ധമായ മഴ പെയ്യും ഇസ്തിഗ്ഫാർ കൊണ്ട്. അതാണല്ലോ ആദ്യത്തെ ആള് പറഞ്ഞത്. സൂറത്ത് ഇമാമിന്റെ സൂറത്ത് ആണ് നമ്മുടെ സൂറത്തായിട്ട് പരിഗണിക്കുക. നമ്മുടെ സൂറത്ത് ഓതുക എന്ന ബാധ്യത ഇമാം ഏറ്റെടുക്കും. അത് വളരെ കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഫാത്തിഹയുടെ അവസാനത്തിൽ ആമീൻ എന്ന് പറയണം. ആമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണേന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ അമ്മന അൽ ഇമാമു ഫഅമ്മിനൂ. ഇമാം ആമീൻ പറഞ്ഞാൽ നിങ്ങളും ആമീൻ പറയണം. ഫഇന്നഹു മൻ വാഫഖ തഅ്മീനഹു തഅ്മീനൽ മലായിക. ആരുടെയെങ്കിലും ആമീൻ മലക്കളുടെ ആമീനുമായി യോജിച്ചു വന്നാൽ
ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞു പോയ ചെറുപാപങ്ങളെല്ലാം അള്ളാഹു പൊറുക്കും. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഇമാമിന്റെ ഫാത്തിഹ ഇമാം ആമീൻ തുടങ്ങുമ്പോൾ നമ്മൾ ആമീൻ തുടങ്ങും. ഇമാമിന്റെ ആമീൻ കഴിഞ്ഞിട്ടല്ല, നമ്മൾ ഇമാമിന്റെ ആമീൻ പറയല്ല, ഫാത്തിഹക്കാണ് ആമീൻ പറയുന്നത്. അപ്പൊ ഇമാമിന്റെ ആമീനും നമ്മളെ ആമീനും ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് മലക്കളുടെ ആമീനും യോജിച്ചു വന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുക്കും. അങ്ങനെ ഇമാമിന്റെ കൂടെ ആമീൻ കിട്ടുന്ന രൂപത്തിൽ നമ്മൾ നമ്മുടെ ഫാത്തിഹയെ ക്രമീകരിക്കണം. അപ്പൊ ഇമാമിന്റെ കൂടെ ഫാത്തിഹ ഓതുക, എന്നിട്ട് ഇമാമിന്റെ കൂടെ ആമീൻ പറഞ്ഞിട്ട് ഇമാം ഓതുന്ന സൂറത്ത് കേട്ട് നിൽക്കുക. സൂറത്ത് നമ്മൾ ഓതേണ്ടതില്ല, ഉറക്കെ ഓതുന്ന നമസ്കാരം. ഇമാമിന് ഫാത്തിഹയിൽ അല്പം മുൻകടന്നു പോയി എന്ന് കരുതി നിസ്കാരത്തിൽ ഭംഗമൊന്നുമില്ല. പക്ഷെ ഇമാമിന്റെ കൂടെ ആവുമ്പോഴുള്ള ഗുണം, ഇമാമിന്റെ ആമീനും നമ്മളെ ആമീനും മലക്കളെ ആമീനും യോജിച്ചു വരും. മലക്കളുടെ ആമീനും മലക്കളുടെ പ്രാർത്ഥനയൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലൊരു വ്യക്തി വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലോട് പറഞ്ഞു, പ്രവാചകരെ, എനിക്കൊന്നും ഓതാൻ അറിയില്ല, ഖുർആനിൽ ഒരു സൂറത്ത് ഫാത്തിഹ ഒന്നും ഇയാൾക്ക് അറിയില്ല. എങ്കിൽ അയാൾ ഫാത്തിഹയ്ക്ക് പകരം എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് ചൊല്ലാൻ റസൂൽ അത്തരം ആളുകൾ കൽപ്പിച്ചതായി ഇമാം അഹ്മദ്, അബൂ ദാവൂദ്, നസായി തുടങ്ങിയ പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. ഒന്നിലധികം റക്അത്ത് ഉണ്ടാവുമല്ലോ നിസ്കാരത്തിന്, ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്ത് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ കൂടുതലും 2ാമത്തെ റക്അത്തിൽ കുറവുമായിരുന്നു പ്രവാചകൻ ഓതിയിരുന്നത്. പുറത്തോതിന കഥയെ പറഞ്ഞല്ലോ, ആദ്യത്തെ റക്അത്തിനേക്കാൾ 2ാമത്തെ റക്അത്ത് കുറച്ച് ചെറുതാക്കലും ചുരുക്കലുമാണ് പ്രവാചകന്റെ ശരിയ. അത് പറഞ്ഞാൽ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ അവനവനെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അല്പം സൂറത്ത് ഖുർആൻ ഓതണം. ഖുർആൻ പറഞ്ഞല്ലോ, ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ, നിങ്ങൾക്ക് മനഃപ്പാടമുള്ള ഏറ്റവും എളുപ്പമുള്ള ഖുർആനിൽ നിന്ന് അല്പഭാഗം നിങ്ങൾ ഓതണം. ആ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് പറഞ്ഞത്. ഇപ്പൊ ഒരാൾ ഇശാക്കോ സുബീക്കോ മഗ്രിബിനോ ജുമഅക്കോ പെരുന്നാക്കോ ഗ്രഹണ നിസ്കാരത്തിനോ ഇമാമുക്കോ തറാവീഹിനോ ഏതാണ്, ആദ്യത്തെ റക്അത്തിനേക്കാൾ അല്പം ചുരുങ്ങണം. അപ്പൊ ആദ്യത്തെ റക്അത്തിന് 10 ആയത്ത് ഓതിയാൽ 2ാമത്തെ റക്അത്തിന് 8 ആയത്തെ ഓതാം. അങ്ങനെ ഒരു വ്യത്യാസം വരും. സൂറത്തുകൾ ക്രമം തെറ്റി ഓതുന്നതിനും യാതൊരു വിരോധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ നിന്ന് ഹുദൈഫത്തുൽ യമാനി ലികുല്ലി ഉമ്മത്തിൻ അമീൻ അമീനു ഹാദിഹിൽ ഉമ്മ അബൂ ഉബൈദ, ഹുദൈഫത്തുൽ യമാനി പ്രവാചകന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ. അദ്ദേഹം പ്രവാചകന്റെ വേക്കിൽ വെച്ചൊരുക്ക് നമസ്കരിച്ചപ്പോൾ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അൽ ബഖറ ഓതി, പിന്നെ നിസാ ഓതി, പിന്നെ ആലു ഇമ്രാൻ ഓതി. അപ്പൊ ഇതിന്റെ ക്രമം തെറ്റിച്ചു പോകുന്നതിന് വിരോധമില്ല. ഒരേ റക്അത്തിൽ തന്നെ ഒന്നിലധികം സൂറത്തുകൾ ഓതുന്നതിനും വിരോധമില്ല. സ്വഹാബികളിൽ ചില ആളുകൾ 10ലധികം സൂറത്തുകളൊക്കെ ഒരു റക്അത്തിൽ ഓതിയതായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് വിരോധമില്ല. അതേപോലെ സൂറത്ത് ഓതി കഴിഞ്ഞ് റുക്കൂയിലേക്ക് പോണതിന്റെ മുമ്പ് ഒരല്പസമയം മൗനമായി നിൽക്കുക. എന്തിനാ? ഖുർആനോത്തും റുക്കൂയിലെ പ്രാർത്ഥനയും തമ്മിൽ വേർതിരിയാൻ. നമ്മളെ ചില ആളുകൾ അറിവില്ലായ്മ കൊണ്ട് സൂറത്ത് ഓതി പകുതിയാവും തന്നെ കൈ താഴ്ത്തി ബാക്കി ഇങ്ങനെ റുക്കൂഴ് ചെയ്തുകൊണ്ട് ഓതാറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പോഴത്തേനും കൈ കഴിച്ചു. പിന്നെ ഇങ്ങനെ റുക്കൂലേക്ക് പോയിക്കൊണ്ടാണല്ലോ ഇത് വലം എന്ന് പറയുമ്പോൾ റുക്കൂൾ എത്തിയിട്ടുണ്ടാവും. അതിന് പകരം നമ്മൾ സൂറത്ത് ഓതി കഴിഞ്ഞാൽ ഒരല്പസമയം മൗനമായി നിൽക്കുക എന്നത് മര്യാദയാണ്. അത് റുക്കൂഇലെ പ്രാർത്ഥനയും ദിക്റും ഖുർആൻ പാരായണവും തമ്മിൽ വേർതിരിക്കുവാനുള്ളതാണ്. അതേപോലെ റുക്കൂഇലേക്ക് പോകുമ്പോൾ ചെവിക്ക് നേരെ കൈ ഉയർത്തി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് റുക്കൂഇലേക്ക് പോകണം.
റുക്കൂഴിലേക്ക് പോകുമ്പോൾ ثم ركع حتى تطمئن راكعا. റുക്കൂഴിൽ അടക്കം അടങ്ങണം. ആ അടക്കം അടങ്ങി റുക്കൂഴ് ചെയ്തിട്ട് അല്പസമയം നിൽക്കണം. അല്ലാതെ വളരെ ധൃതിയിൽ എഴുന്നേറ്റ് എല്ലാ ഘട്ടത്തിലും, അത് റുക്കൂഴിലാണെങ്കിലും ഇഅ്തിദാലിലാണെങ്കിലും സുജൂദിലാണെങ്കിലും സുജൂദിന്റെ ഇടയിലുള്ള യുദ്ധത്തിലാണെങ്കിലും തുമഇനീനത്ത് എന്ന് അറബി പറയാം. അടക്കം അടങ്ങണം. ഒരല്പസമയം അവിടെ തങ്ങി നിൽക്കണം. പെട്ടെന്ന് ആവരുത്. അത് എല്ലാ ഘട്ടത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പ്രവാചകൻ നമസ്കരിക്കാൻ നിൽക്കുമ്പോഴും റുക്കൂഇലേക്ക് പോകുമ്പോഴും തക്ബീർ പറയാറുണ്ടായിരുന്നു. അല്ലാഹു അക്ബർ എന്ന് പറയണം, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ തന്നെ കൈകൾ ഉയർത്താറുണ്ടായിരുന്നു, ചെവിയോളം ഉയർത്താറുണ്ടായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. റുക്കൂഇലേക്ക് പോയി കഴിഞ്ഞാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല കാര്യങ്ങളും റുക്കൂഉമായി ബന്ധപ്പെട്ട് പറഞ്ഞു. മുസ്അബ് റളിയല്ലാഹു അൻഹു പറയാം, ഉമിർനാ അൻ നവഅ ഐദീന അല റുക്ഉ. റുക്കൂഇൽ കൈകൾ കാൽമുട്ടിന്മേൽ വെക്കുവാൻ ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. കൈ കാലിന്റെ മുട്ടുമ്പൽ വെക്കണം. മുട്ടിന്റെ കീഴ്പെട്ട് പോകരുത്, മുട്ടിന്റെ മേപ്പെട്ട് പോകരുത്. നല്ലമല്ല, നീ റുക്കൂഅ് ചെയ്യുമ്പോൾ നിന്റെ കൈപ്പടങ്ങളുടെ ഉൾഭാഗം രണ്ട് കാൽമുട്ടിന്മേൽ വെക്കുക. ഈ ഭാഗം മുട്ടിങ്ങനെ പിടിക്കുന്ന പോലെ, മുട്ട് നമ്മുടെ ഈ പിടുത്തത്തിൽ വരുന്ന രൂപത്തിൽ, മുട്ടുംകാലിന്റെ ചിരട്ട ഉണ്ടല്ലോ, അത് നമ്മളെ ഈ കൈയിന്റെ ഉള്ളിൽ വരുന്ന രൂപത്തിൽ വെക്കുക. ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ അല്ലാഹു പറയാണ്, അന്ന മിന സുന്ന അൽ അഖ്ദു ബിർറുക്ബി. മുട്ടുംകാൽ പിടിക്കുക എന്നത് സുന്നത്തിൽപ്പെട്ടതാണ്. റുക്കൂഅ് ചെയ്യുമ്പോൾ കൈകൊണ്ട് മുട്ടുംകാലിന്റെ ആ ചിരട്ടടക്കമുള്ള ഭാഗനെ പിടിക്കുക. മാത്രമല്ല, വിരലുകൾ വിടർത്തിക്കൊണ്ട് മുട്ടിന്റെ പിന്നിലേക്ക് വരുന്നത് പോലെ വെച്ചു. മുട്ടിങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് മുട്ടുംകാലിന്റെ ബാക്കിലേക്ക് നമ്മുടെ വിരലുകൾ വരുന്ന രൂപത്തിൽ പിടിക്കാം. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടത് വയുസവ്വി ളഹ്റഹു വഉനുഖഹു വറഅസഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതുകും പിരടിയും തലയും നേരെ സമമാണ്. അവർ 90 ഡിഗ്രി പോലെ. അവരുടെ പിരടിയിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ചാൽ അത് മറിഞ്ഞു പോകില്ല. അത്ര കൃത്യമായി 90 ഡിഗ്രി വരുന്ന രൂപത്തിൽ തലയും പിരടിയും മുതുകും സമമാക്കി വെക്കുക എന്നത് റുക്കൂഇൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ്. അത് നമ്മുടെ കൈ മുട്ടിന്റെ ഭാഗം വളയാതെ കാൽമുട്ടിന്മേൽ വെച്ചാലേ ആ 90 ഡിഗ്രി കിട്ടുള്ളൂ. കൈ വളഞ്ഞാൽ നമ്മൾ വീണ്ടും കുനിയും. ചില ആളുകൾ സാധാരണത്തെക്കാൾ കൂടുതൽ കുനിയുന്നത് കാണാം. കുനിയാൻ കാരണം അവന്റെ കൈ മുട്ട് വളയുന്നത് കൊണ്ടാണ്. നേരെ വെക്കുക. അപ്പൊ നേരെ വെക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ഊരയും അവന്റെ മുതുകും സമമായി നിൽക്കും. അത് റുക്കൂഅ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സംഗതിയാണ്. അതേപോലെ തന്നെ സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് 3 പ്രാവശ്യം പറയുക. അത് സൂറത്തുൽ അഅല, സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല എന്ന സൂറത്ത് ഇറങ്ങിയപ്പോൾ, എന്ന ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇജ്അലുഹാ ഫീ റുക്കൂഇക്കും. അത് നിങ്ങൾ റുക്കൂഇലാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല എന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടായതാണ് സുബ്ഹാന റബ്ബിയൽ അഅല. ഉന്നതനായ എന്റെ റബ്ബിനെ ഞാൻ പരിശുദ്ധിപ്പെടുത്തുന്നു എന്നതാണ് ഏറ്റവും ചെറിയ പ്രാർത്ഥന. ആ പ്രാർത്ഥന വന്നത് സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല എന്ന ആയത്തുമായി ബന്ധപ്പെട്ടാണ്. ഇനി മറ്റൊരുപാട് പ്രാർത്ഥനകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലീ. വലിയ ചരിത്രമുണ്ട് ആ പ്രാർത്ഥന. എന്താ ചരിത്രം? സൂറത്തുൻ നസ്ർ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് എന്ന സൂറത്ത് ഇറങ്ങിയത് പരിശുദ്ധ ഖുർആനിലെ അവസാനമായി ഒരു സൂറത്ത് ഒന്നായിട്ട് ഇറങ്ങിയത് സൂറത്തുൻ നസ്റാണ്.
ആ സൂറത്തു നസറിന് സൂറത്തു തൗദീഅ് യാത്രയപ്പിന്റെ അധ്യായം എന്നൊരു പേരുണ്ട്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഡ്യൂട്ടി കഴിഞ്ഞു. ഈ ദുനിയാവിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൗത്യം അവസാനിച്ചു. കാരണം എന്താ? ജനങ്ങൾ സംഘം സംഘമായി ഇസ്ലാമിലേക്ക് വരിക, അതാണല്ലോ ഡ്യൂട്ടി. ഇനി അള്ളാഹിന്റെ അടുത്തേക്ക് പോരും. അള്ളാഹു പ്രവാചകനെ തന്നിലേക്ക് ക്ഷണിക്കുകയാണ്. അതാണ് തൗദീഅ് എന്നുള്ള യാത്രയപ്പ്. യാത്രയപ്പിന്റെ അധ്യായം. ആ യാത്രയപ്പ് അള്ളാഹിന്റെ അടുത്തേക്ക് ക്ഷണിച്ചപ്പോ എന്താ കൊണ്ടുവരാൻ പറഞ്ഞത്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. വസബ്ബിഹ്, അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തണം. ബിഹംദി റബ്ബിക, ആ നാഥനെ സ്തുതിക്കുന്നതോടൊപ്പം, വസ്തഗ്ഫിർഹു, അവനോട് നീ ഇസ്തിഗ്ഫാർ ചെയ്യണം. ഇന്നഹു കാന തവ്വാബാ, അവൻ അങ്ങേ അറ്റം പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു. അത് മൂന്നും ഉൾച്ചേർന്ന പ്രാർത്ഥനയാണ് സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന്. ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട സംഗതി, അള്ളാഹു ആവശ്യപ്പെടുന്ന 3 കാര്യങ്ങളാണ്. അതിൽ അള്ളാഹിനെ മഹത്വപ്പെടുത്തണം, അള്ളാഹിനെ സ്തുതിക്കണം, മൂന്നാമത്തത് ഇസ്തിഗ്ഫാർ. ഇത് ആരോടാ പറഞ്ഞത്? എല്ലാ പാപങ്ങളും, വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതുമായ സർവ പാപങ്ങളും പൊറുക്കപ്പെട്ടത് മനുഷ്യനോട് പറയാണ്. വസ്തഗ്ഫിർഹു, താങ്കൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. വിശ്വാസം പറഞ്ഞല്ലോ, സൂര്യപ്രകാശം ഏൽക്കുന്ന ലോകത്തെ എല്ലാ വസ്തുക്കളും, ഏതെല്ലാം വസ്തുക്കളിൽ സൂര്യപ്രകാശം ഏൽക്കുന്നുണ്ടോ എന്നാണ് ദുനിയാവിന്റെ മുകളിലുള്ള എല്ലാ വസ്തുക്കളെക്കാളും എനിക്കിഷ്ടപ്പെട്ടത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് സൂറത്തുൽ ഹശറാണ്. സൂറത്തുൽ ഫതഹ്. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ. ആ സൂറത്തിനെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ദുനിയാവിന്റെ മുകളിലുള്ള എല്ലാ വസ്തുക്കളെക്കാളും എനിക്ക് പ്രിയപ്പെട്ടതാണ്. കാരണം എന്താ അറിയാം? അതിലൊരു ആയത്തുണ്ട്. എന്താണ് ആയത്ത്? നോക്കിയുണ്ട്. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ, താങ്കൾക്ക് ഞാൻ തീർച്ചയായും വ്യക്തമായ വിജയം നൽകിയിരിക്കുന്നു. ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക ഇലൈഹി സിറാത്തൻ മുസ്തഖീമ വയഹ്ദിയക സിറാത്തൻ മുസ്തഖീമ. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പുറത്തു തരാൻ വേണ്ടി എന്ന് ഖുർആൻ പറഞ്ഞ ഒരു പ്രവാചകനോട് പോലും അള്ളാഹു ആവശ്യപ്പെടാണ് വസ്തഗ്ഫിർഹു. അപ്പൊ നമ്മളൊക്കെ എന്തുമാത്രം ഇസ്തിഗ്ഫാർ ചെയ്യണം എന്നുകൂടെ ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റുകൂഇലും സുജൂദിലും സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറയാൻ തുടങ്ങിയിട്ടു. പിന്നെ റുകൂഇലും സുജൂദിലും തന്നെ വന്നു. അങ്ങനെ അത്ത പ്രാർത്ഥനയാണ് സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇലും സുജൂദിലും ഇതിലുണ്ട് ഈ പ്രാർത്ഥന ഇങ്ങനെ പറഞ്ഞിരുന്നു. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ് എന്ന ഒരു പ്രാർത്ഥനയും നമുക്ക് കാണാം. സുനനു അബൂദാവൂദിൽ സുബ്ഹാനദിൽ ജബറൂതി വൽ മലകൂതി വൽ കിബ്രിയാ വൽ അളമ എന്ന ഒരു പ്രാർത്ഥന കാണാം. അല്ലാഹുമ്മ ലക റകഅതു ലക റകഅതു വബിക ആമൻതു വലക അസ്ലംതു ഖശഅ ലക സംഈ വബസ്രീ വമുഖി വഅളമി വഅസബി. മുസ്ലിം റിപ്പോർട്ട് ഹദീസിൽ കാണാം. റുകൂഇലും സുജൂദിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം ധാരാളം പ്രാർത്ഥനകൾ ചൊല്ലിയിട്ടുണ്ട്. ഈ പ്രാർത്ഥനകളെല്ലാം സുജൂദിലും പ്രവാചകൻ നിർവഹിക്കാറില്ല, റുകൂഇൽ മാത്രമല്ല. എന്നാൽ റുകൂഇലും സുജൂദിലും ഖുർആൻ പാരായണം പ്രവാചകൻ വിരോധിച്ചിട്ടുണ്ട്. റുകൂഇൽ ഫാത്തിഹ ഓതാൻ പറ്റുമോ? പറ്റൂല. സൂറത്ത് ഓതാൻ പറ്റുമോ? പറ്റൂല. ഏതെങ്കിലും ആയത്ത് ഓതാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് മാത്രമല്ല, കാരണം റുകൂഅ് അള്ളാഹുവിനെ വാഴ്ത്താനും മഹത്വപ്പെടുത്താനും
എന്നാൽ സുജൂദ് അങ്ങനെയല്ല. സുജൂദിൽ നിങ്ങൾ ഇഷ്ടം പോലെ പ്രാർത്ഥിച്ചുകൊള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അല, അറിയുക, വ ഇന്നി നുഹീതു, ഞാൻ നിങ്ങളോട് വിരോധിക്കുന്നു. എന്ത്? റുക്കൂഇൽ, സുജൂദിലും പരിശുദ്ധ ഖുർആൻ ഓതുന്നതിനെ ഞാൻ നിങ്ങൾക്ക് വിരോധിക്കുന്നു. എന്താ കാരണം? വ അമ്മ റുക്കൂഉ, അപ്പോൾ റുക്കൂഅ് എന്ന് പറയുന്നത് ഫഅല്ലിമു ഫീഹി റബ്ബ്, അതിൽ നിങ്ങൾ റബ്ബിനെ മഹത്വപ്പെടുത്തുക വേണ്ടി. അതാണ് സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി സുബ്ഹാന റബ്ബിയൽ അഅല, ഉന്നതനായ അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുക. വ അമ്മ സുജൂദ്, സുജൂദോ ഫജിത്തഹിദു ഫീ അദ്ദുആ, അതിൽ നിങ്ങൾ ധാരാളം പ്രാർത്ഥന പറയും. ഫഖമിനുൻ അൻ യുസ്തജാബ ലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള സമയം സുജൂദാണ്. ഫഅക്തിറു ഫീഹാ അദ്ദുആ, നിങ്ങൾ അതിൽ ദുആ വർദ്ധിപ്പിക്കണമെന്ന് മറ്റൊരു സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. ഒരടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നത് അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദ്, ഒരടിമ സുജൂദിൽ കിടക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് സുജൂദിൽ കിടക്കുന്ന പ്രവാചകന്റെ പിരടിയിൽ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല ചാർത്തിയ ദുഷ്ടനായ മുശ്രിക്കായ നേതാവിനെ സംബന്ധിച്ച് സൂറത്തു അലഖിൽ അള്ളാഹു വളരെ കഠിനമായി പ്രതിഷേധിച്ചിട്ടുള്ളത്. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ല എന്ന് തുടങ്ങുന്ന ആയത്ത് വിശ്വസിച്ചാൽ കാണാം. പ്രവാചകന്റെ പിരടിയിൽ അദ്ദേഹം സുജൂദിൽ കിടക്കുമ്പോ ഈഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുപോയിട്ട ആ ദുഷ്ടനെതിരിൽ അള്ളാഹുവിന്റെ അതിശക്തമായ പ്രതിഷേധവും മുന്നറിയിപ്പും വെല്ലുവിളിയുമാണ് സൂറത്തുൽ അലക്കിൽ നമ്മൾ കാണുന്നത്. സുജൂദിന്റെ പ്രാധാന്യമാണ് അത് കാണിക്കുന്നത്. റുക്കൂഇന്റെയും സുജൂദിന്റെയും ഒക്കെ പ്രാധാന്യം കാണിക്കുന്നത്. അതേപോലെ അതിൽ നിന്ന് ഉണരുമ്പോ കൈകൾ ചെവിക്ക് നേരെ ഉയർത്തി സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ട് ഉയരണം. ഇമാം അങ്ങനെ പറഞ്ഞാൽ മഅ്മൂമിങ്ങൾക്ക് പറയാം, പറയാതിരിക്കാം. പറഞ്ഞു എന്നുകൊണ്ട് യാതൊരു ദോഷവുമില്ല. എന്നാൽ പറഞ്ഞില്ലെങ്കിലോ അയാൾക്ക് അതിന് ഉത്തരവാദിത്തമല്ല, ശിക്ഷല്ല. കാരണം ഇമാമ് പറഞ്ഞാൽ മതി. ഇമാം മഅ്മൂമിങ്ങൾ ഇഅ്തിദാലിലെ പ്രാർത്ഥന പറഞ്ഞാൽ മതി. ഇനി ഒരാൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാലോ അത് ഒരു കുഴപ്പമില്ല. അത്താ റളിയല്ലാഹു അൻഹു ധാരാളം സ്വഹാബികളെ കണ്ട് തീ പഠിച്ച ആളാണ്. അദ്ദേഹം പറയുന്നുണ്ട് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയാൻ എനിക്കിഷ്ടം, അതുകൊണ്ട് പറയാം, പറയാതിരിക്കാം. അങ്ങനെ ഉയർന്നു കഴിഞ്ഞാൽ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് ആ ഇഅ്തിദാലിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഇദാ ഖാലൽ ഇമാമു സമിഅ അല്ലാഹു ലിമൻ ഹമിദ, ഇമാമു സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ ഫഖൂലു, അപ്പോൾ നിങ്ങൾ പറയണം അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് നിങ്ങൾ പറയണം. കാരണം ഫഇന്നഹു മൻ വാഫഖ ഖൗലുഹു ഖൗലുൽ മലായിക, മലക്കുകൾ ഇങ്ങനെ പറയും റബ്ബനാ വലക്കൽ ഹംദ് എന്ന് മലക്കുകളും പറയും. ആ മലക്കൾ പറയുന്നതിനോട് നമ്മളുടെ പറച്ചിലും യോജിച്ചു വന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞു പോയ എല്ലാ ചെറുപാപങ്ങളും അള്ളാഹു കൊടുക്കും. മാത്രമല്ല വ്യത്യസ്ത രീതിയിൽ ഇഅ്തിദാലിലെ പ്രാർത്ഥനകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് റബ്ബനാ ലക്കൽ ഹംദ്, രണ്ട് റബ്ബനാ വ ലക്കൽ ഹംദ്, മൂന്ന് അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ്, നാല് അല്ലാഹുമ്മ റബ്ബനാ വ ലക്കൽ ഹംദ്. മറ്റൊരു സ്ഥലത്ത് കാണാം ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ, അല്ലാഹുമ്മ റബ്ബനാ വ ലക്കൽ ഹംദ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ അല്ലാഹു റസൂൽ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞപ്പോ ബാക്കിൽ നിന്ന് ഒരു സ്വഹാബി പറഞ്ഞതാ അല്ലാഹുമ്മ റബ്ബനാ വലക്കൽ ഹംദ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. അപ്പൊ നമസ്കരിച്ചു കഴിഞ്ഞപ്പോ അല്ലാഹു റസൂൽ ചോദിച്ചു മനിൽ ഖാഇൽ, ആരാണ് ആ പ്രാർത്ഥന പറഞ്ഞത്? അപ്പൊ ആ പറഞ്ഞ സ്വഹാബി പറഞ്ഞു ഞാനാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ? നിങ്ങൾ ആ പ്രാർത്ഥന ആ ദിക്ർ പറഞ്ഞപ്പോ 30-ലധികം മലക്കുകൾ അതിന്റെ പ്രതിഫലം എഴുതാൻ മത്സരിക്കുന്നത് ഞാൻ കണ്ടു. ആ പ്രാർത്ഥനയുടെ പ്രതിഫലം രേഖപ്പെടുത്താൻ
30-ലധികം മലക്കുകൾ മത്സരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്താ? അതുകൊണ്ട് നമ്മൾ എല്ലാവരും പഠിക്കണം. റബ്ബനാ ലകൽ ഹംദ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. അങ്ങനെ പല പ്രാർത്ഥനകളും ഹദീസിൽ കാണാം. എഴുത്തിദാലിൽ നമ്മൾ 2 കൈയും തൂക്കിയിട്ട് നേരെ നിൽക്കുകയാണ് വേണ്ടത്. ആ എഴുത്തിദാൽ കൈകെട്ടുന്നതിനെ സംബന്ധിച്ച് മുൻഗാമികളായ പണ്ഡിതന്മാരിൽ നിന്ന് യാതൊന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. റബ്ബനാ ലകൽ ഹംദു ഫിൽ അസ്സമാവാതി വമിൽ അർളി വമിൽ അമാ ശിഇത മിൻ ശൈഇൻ ബഅദ് എന്ന പ്രാർത്ഥന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് പറയാവുന്നതാണ്. സാധാരണ നമ്മൾ അതാണ് പഠിച്ചിട്ടുള്ളത്. ഇരിക്കണം. പിന്നീട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിലേക്ക് പോകണം. സുജൂദിലേക്ക് പോകുമ്പോൾ ഏത് അവയവമാണ് ആദ്യം വെക്കേണ്ടത്? കാൽമുട്ട് ആദ്യവും പിന്നീട് കൈകളും നിലത്ത് കുത്തണം. അപ്രകാരം പ്രയാസമാണെങ്കിൽ ആദ്യം കൈപ്പത്തി നിലത്ത് വെക്കാവുന്നതും പിന്നീട് കാൽമുട്ട് വെക്കാവുന്നതുമാണ്. അതില് പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല. ഒരാൾക്ക് ഏതാണോ സൗകര്യം, ശാരീരികമായിട്ട് അയാൾക്ക് എന്തിനാണോ സാധിക്കുക, ആദ്യം തന്നെ കൈകൾ വെച്ച് പിന്നീട് ആദ്യം തന്നെ കാൽമുട്ട് വെച്ച് പിന്നീട് കൈ നിലത്ത് കുത്താൻ കഴിയുമോ? അങ്ങനെ ചെയ്യാം. അതിന് കഴിയില്ലെങ്കിൽ ആദ്യം കൈപ്പത്തി വെക്കാം, പിന്നീട് കാൽമുട്ട് വെക്കാം. അതിന് യാതൊരു വിരോധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് പോകുമ്പോൾ കൈകൾക്ക് മുമ്പായി കാൽമുട്ട് കുത്തുന്നതും ഉയരുമ്പോൾ കാൽമുട്ടുകൾക്ക് മുമ്പായി കൈകൾ ഉയർത്തുന്നതും ഞാൻ കണ്ടു എന്ന് വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇമാം തുർമുദി, അബൂ ദാവൂദ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുമ്പോൾ കൈകൾ മടക്കി പിടിക്കാതെ, വിരലുകൾ പരത്തി വെക്കാതെ, ഇങ്ങനെ വെക്കാതെ, ഇങ്ങനെ കാലിന്റെ വിരലുകൾ കിബിലക്ക് അഭിമുഖമായി വെച്ചിട്ട് കൈകളുടെ വിരലുകൾ ഇങ്ങനെ വെക്കും. ഇങ്ങനെയല്ല, ഇങ്ങനെ ഒക്കെ കിബിലക്ക് നേരെ, കാൽ വിരലുകളും കിബിലക്ക് നേരെ വെക്കും. കൈ വിരലുകൾ ചേർത്ത് പിടിക്കാറുണ്ടായിരുന്നു, വിടർത്തി വെക്കാതെ ഇങ്ങനെ. അതേപോലെ തന്നെ കൈത്തണ്ട ഇരുവശങ്ങളിൽ നിന്നും അകറ്റി വെക്കും. എല്ലാം കൂടി ഇങ്ങനെ പങ്ങിക്കിടക്കാതെ 2 വശത്തുനിന്ന് കൈകൾ ഇങ്ങനെ അകറ്റി വെക്കും. സുജൂദിന്റെ അവയവങ്ങൾ 7 ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമിർതു അൻ അസ്ജുദ അലാ സബ്അത്തി അഅ്ളുമിൻ. ഉമിർതു അൻ അസ്ജുദ അലാ സബ്അത്തി അഅ്ളുമിൻ. 7 അവയവത്തിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 അവയവം ചൂണ്ടിക്കാണിച്ചു. 2 കൈ, 2 കാൽമുട്ട്, 2 കാൽപാദം, 6 പിന്നീട് മൂക്കും നെറ്റിയും ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച മൂക്കും നെറ്റിയും ഒരവയവമായിട്ട് എണീറ്റത്. അങ്ങനെ 7 വരുന്നത്. തലയുടെ ഭാരം മൂക്കിന്മേലാണ് വരേണ്ടത്, തലമലല്ല. ആ രൂപത്തിലാണ് സുജൂദ്. കക്ഷത്തിന്റെ വെളുപ്പ് കാണുമാറ് കക്ഷത്തത് കൈ അകറ്റി വെക്കുന്നാവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ പള്ള അഥവാ വയറ് കാൽ തുടയിൽ താങ്ങി വെച്ചിരുന്നില്ല. കാൽ തുടമ്പൽ ഇങ്ങനെ വയറ് വെച്ച് ഇങ്ങനെ പമ്മി കിടക്കല്ല. കാൽ തുടയിൽ നിന്ന് വയറ് പൊന്തിച്ചു വെക്കും. കാൽ തുടയിൽ തന്റെ വയറ് താങ്ങി വെച്ചിരുന്നില്ല. കൈപ്പത്തികൾ ചുമലിന് നേരെയാണ് വെച്ചിരുന്നത്. റുക്കൂയിൽ സുജൂദിൽ കിടക്കുമ്പോൾ ചുമലിന് നേരെ കൈവിരലുകൾ കൈപ്പത്തികൾ വരുന്ന രൂപത്തിലാണ് നിലത്ത് വെച്ചിരുന്നത്. മുഴം കൈ നിലത്തുനിന്ന് ഉയർത്തിയിരുന്നു. നായ്കൾ പോലെ കൈകൾ ഇങ്ങനെ ചേർത്ത് വെക്കൂല. ഈ ഫ്രണ്ട് കുത്തി മുട്ടും കൈ പൊന്തിച്ച വെക്കുക. അല്ലാതെ നായ്ക്കൾ വെക്കുന്നത് പോലെ കൈ ഇങ്ങനെ ചേർത്ത് പരത്തി നിലത്ത് വെച്ചിരുന്നില്ല. മുഴം കൈകൾ നിലത്തുനിന്നും ഉയർത്തിയിരുന്നു. നായയെ പോലെ നിങ്ങൾ കൈകൾ പരത്തി വെക്കരുത് എന്ന് പ്രവാചകൻ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, നീ സുജൂദിലേക്ക് പോയാൽ കൈപ്പത്തി നിലത്ത് വെക്കുകയും കൈമുട്ടുകൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക എന്ന് മുസ്ലിം റിപ്പോർട്ട് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. കാലുകൾ ചേർത്ത് വെക്കണം. വിരലുകൾ കിബിലക്ക് നേരെ വരുന്ന രൂപത്തിലായിരിക്കണം വളച്ചു വെക്കേണ്ടത്. സുബ്ഹാന റബ്ബിയൽ അലീം, സുബ്ഹാന റബ്ബിയൽ അലാ എന്ന് പറയുന്നത്. ഇത് റുക്കൂലും സുജൂദിലും മാറി മാറി ഈ ദിക്റുകൾ വന്നിട്ടുണ്ട്. സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. അതുപോലെ തന്നെ നേരത്തെ റുക്കൂയിൽ പറഞ്ഞ എല്ലാ പ്രാർത്ഥനകളും സുജൂദിലും പറയാം,
സുജൂദിൽ പറയുന്ന എല്ലാ പ്രാർത്ഥനകളും റുക്കൂവിലും നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ റുക്കൂവിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പിരടി, മുതുക് എല്ലാം സമമായി, തല എല്ലാം സമമായി, അവിടെ ഒരു ഗ്ലാസ് വെച്ചാൽ മറഞ്ഞു പോകാത്ത രൂപത്തിൽ നമ്മൾ ചെല്ലണം, നിൽക്കണം. അതേപോലെ തന്നെ അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമൻതു വലക അസ്ലംതു സജദ വജ്ഹിയല്ലദീ ഖലഖഹു വസവ്വറഹു വശക്ക സമഹു വബസറഹു തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. മുസ്ലിം റിപ്പോർട്ട് ഹദീസിൽ കാണാം. അതുപോലെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിദാക മിൻ സഖ്തിക വബിമുആഫതിക മിൻ ഉഖൂബതിക വഅഊദു ബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. മുസ്ലിം റിപ്പോർട്ട് ഹദീസിൽ കാണാം. അല്ലാഹുമ്മ ഗഫിർ ലി ദംബി കുല്ലഹു ദിഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിറഹു. മുസ്ലിം റിപ്പോർട്ട് ഹദീസിൽ കാണാം. ഇങ്ങനെ ധാരാളം പ്രാർത്ഥനകൾ സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും പ്രാർത്ഥന വർദ്ധിപ്പിക്കാൻ നമ്മോട് അല്ലാഹുവിന്റെ റസൂൽ ആവശ്യപ്പെടുകയും ചെയ്തത് ധാരാളം ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ റുക്കൂ സുജൂദിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർ എന്ന് പറയാം. സൂറത്തു നസ്ർ ഇറങ്ങിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് റുക്കൂലും സുജൂദും പറഞ്ഞിരുന്നത്. അത് നമ്മൾ പിൻപറ്റുക. ശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിൽ നിന്ന് തല ഉയർത്തണം, എന്നിട്ട് നേരെ നിവർന്നിരിക്കുകയും വേണം. ആ ഇരുത്തത്തിന് ഇടത് കാൽ പരത്തി വെച്ച് അതിന്മേൽ ഇരിക്കുകയും വലത് കാൽ നാട്ടി വെക്കുകയും ചെയ്യണം. അതാണ് ഇഫ്തിറാഷിൽ ഇരുത്തം എന്ന് പറയുന്നത്. ഇഫ്തിറാഷിൽ ഇരുത്തം നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യത്തെ തയ്യാത്തിൽ അങ്ങനെ ഇരിക്കുക. വിരലുകൾ ഖിബ്ലക്ക് അഭിമുഖമായി വരണം. ഇരു കൈകളും കാൽ പുഴയിൽ വെക്കണം, കാൽ മുട്ടിലും വെക്കാം. രണ്ട് സുജൂദുകൾക്കിടയിൽ റബ്ബി ഗ്ഫിർലി വർഹംനി പ്രാർത്ഥന, വആഫിനി വഹ്ദിനി വർസുഖ്നി. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വഹ്ദിനി വർസുഖ്നി. ദുനിയാവിലെയും പരലോകത്തെയും എല്ലാ ആവശ്യങ്ങളും ഉൾക്കൊള്ളുന്ന 6 കാര്യങ്ങളാണ് സുജൂദിന്റെ ഇടയിൽ നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നത്. അല്ലാഹുമ്മ ഗ്ഫിർലി, എന്റെ പ്രാധാന്യം നമ്മൾ പറയേണ്ടതില്ലല്ലോ. വർഹംനി, കരുണ ചെയ്യണേ റബ്ബേ. പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ പടച്ചോന്റെ കാരുണ്യല്ലാതെ രക്ഷപ്പെടൂല. അതേപോലെ തന്നെ അല്ലാഹു അക്ബർ. അതേപോലെ തന്നെ വജ്ബുർനി, എന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം. വർസുഖ്നി, എനിക്ക് ഭക്ഷണം നൽകണം. വർഫഅനി, എന്റെ പദവികൾ ഉയർത്തണം. ഇങ്ങനെ 6 കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിന്റെ ഇടയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യമാണ് പ്രാർത്ഥിക്കാൻ. സുജൂദിൽ അത്രയും ദൈർഘ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കാറുണ്ടായിരുന്നു. സുജൂദിൽ എത്ര സമയമാണോ കിടന്നത് അത്ര സമയം ഈ സുജൂദിന്റെ ഇടയിൽ ഇരുത്തത്തിൽ അള്ളാഹു റസൂൽ ഇരിക്കാറുണ്ടായി. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ സുജൂദിലേക്ക് പോകണം. 2 സുജൂദ്, ഒരു റക്അത്തിൽ 2 സുജൂദ് ഉണ്ടാവുമല്ലോ. ഒന്നാമത്തെ സുജൂദ് അതേപോലെ എല്ലാം ഇവിടെയും ചെയ്യേണ്ടതുണ്ട്. ശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിൽ നിന്ന് ഉയർന്ന് അല്പം ഇരിക്കണം. രണ്ടാമത്തെ റക്അത്തിലേക്ക് പോകുമ്പോൾ സുജൂദ്, രണ്ടാമത്തെ സുജൂദിൽ എണീറ്റിട്ട് ഒരല്പസമയം ഇരിക്കുക. അതിന് ഇസ്തിഹാറത്തിന്റെ ജൽസത്തുൽ ഇസ്തിറാഹ എന്നാ പറയാം. ഒരു റാഹത്തിന്റെ ഇരുത്തം. എന്നിട്ട് എഴുന്നേൽക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റയായ റക്അത്തുകളെല്ലാം ഇപ്രകാരം ചെയ്യാറുണ്ടായിരുന്നു എന്ന് കാണാം. അതേപോലെ തന്നെ കാൽമുട്ടിലും കാൽപാദങ്ങളിലും ഊന്നിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഉയരണം. ഒരു ഒറ്റ എണീക്കാതെ കാൽമുട്ടിലും കാൽപാദങ്ങളിലും ഊന്നിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഉയരണം. കാരണം കാൽമുട്ടുകൾ ഉയർത്തുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകളായിരുന്നു ഉയർത്തിയിരുന്നത്. അതാണ് ശരിയായ രൂപം. ഇനി പ്രയാസമാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് പറ്റുക? ആ രൂപത്തിൽ എഴുന്നേറ്റ് പോകുന്നതിന് വിരോധമൊന്നുമില്ല. ഒന്നാമത്തെ റക്അത്ത് പോലെ രണ്ടാമത്തെ റക്അത്തും നിർവഹിക്കണം. എന്നാൽ 4 കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഒന്നാമത്തെ റക്അത്തും രണ്ടാമത്തെ റക്അത്തും തമ്മിൽ 4 കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാവും. രണ്ടാമത്തെ റക്അത്തിൽ പിന്നെ മറ്റൊരു തക്ബീറത്തുൽ ഇഹ്റാം വേണ്ടതില്ല. അതാണ് ഒരു വ്യത്യാസം.
രണ്ട്, പ്രാർത്ഥന. രണ്ടാമത്തെ റക്അത്തിൽ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലേണ്ടതില്ല. 3, രണ്ടാമത്തെ റക്അത്ത് ഒന്നാമത്തെ റക്അത്തിനേക്കാൾ ചുരുങ്ങിയതാവലാണ് സുന്നത്ത്. 4, നിയ്യത്ത് നമ്മൾ പുതുക്കേണ്ടതില്ല. ഒന്നാമത്തെ റക്അത്തിൽ നമ്മൾ കൈകെട്ടുന്നതിന് മുമ്പ് പിന്നെ നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് കരുതാറുണ്ട്. അത് രണ്ടാമത്തെ റക്അത്തിൽ ആവർത്തിക്കേണ്ടതില്ല. അതേപോലെ തന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ആദ്യത്തെ റക്അത്തിൽ പറയലേ നിർബന്ധമുള്ളൂ, എന്ന് പറഞ്ഞാൽ ബാധ്യതയുള്ളൂ. അത് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. അതേപോലെ സുബ്ഹി, ജുമുഅ നമസ്കാരം, പെരുന്നാൾ നിസ്കാരം തുടങ്ങിയ 2 റക്അത്തുള്ള നമസ്കാരങ്ങളിൽ അത്തഹിയാത്തിലിരിക്കുമ്പോൾ ഇടതുകാൽ പരത്തി വെച്ച് വലതുകാൽ നാട്ടിയിരിക്കണം. ഇതിന് ഇഫ്തിറാഷിന്റെ ഇരിക്കും എന്നാണ് പറയുക. അപ്പോ 2 റക്അത്ത് നമസ്കാരമാണെങ്കിൽ അവസാനത്തെ റക്അത്തിന് വേണമെങ്കിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തിരിക്കാനും അനുവാദമുണ്ട്, തവറുക്കിന്റെ ഇരുത്തിരിക്കാനും അനുവാദം. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അവസാനത്തെ തയ്യാത്തിൽ ഇരുത്തം നമുക്കറിയാം, അത് തവറുക്കിന്റെ ഇരുത്തം എന്നാ പറയാം. 2 റക്അത്ത് നമസ്കാരത്തില് അവസാനത്തെ തയ്യാത്തിൽ 2 ഇരുത്തവും അനുവദനീയമാണ്. ഇടത് കൈ ഇടത് തുടയിലോ കാൽമുട്ടിലോ വെക്കുക, അവസാനത്തെ തയ്യാത്ത പറഞ്ഞത്. വലത് കൈ വിരകൾ ചുറ്റിപ്പിടിച്ച് ഒരു വിരല് മാത്രം ഇങ്ങനെ വെച്ചിട്ട് മറ്റേ കൈ ഒന്നുകിൽ തുടന്റെ മുകളിൽ അല്ലെ മുട്ടിന്റെ മുകളിൽ വെക്കുക. വിരലുകളെല്ലാം കൂട്ടിപ്പിടിക്കുക, എന്നിട്ട് ഒരു വിരല് മാത്രം ഇങ്ങനെ വെക്കുക. അതാണ് ഒരു രൂപം. മറ്റൊരു രൂപം തള്ളവിരൽ, മധ്യവിരൽ എന്നിവ കൊണ്ട് വട്ടത്തിൽ പിടിച്ചിട്ട് അങ്ങനെ തള്ളവിരലും ഇത് രണ്ടോ ചുരുട്ടിട്ട് ഇങ്ങനെ ഇത് വട്ടത്തിൽ ഇങ്ങനെ പിടിച്ചു കാണുന്നുണ്ടാവും ഞാൻ വിചാരിക്കും. ഇങ്ങനെ അങ്ങനെ വരണം. അതേപോലെ തന്നെ തള്ളവിരലിനെ നടുവിരലിന്റെ അടിയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വെക്കണം. അതിന് വിരോധമില്ല. ചേർത്തി വെച്ച് ചൂണ്ടുവിരൽ പിടിക്കാവുന്നതാണ്. ചൂണ്ടുവിരൽ കൊണ്ട് കിബിലക്ക് നേരെ ചേർത്തി പിടിക്കണം. അത് ചലിപ്പിക്കലും സുന്നത്താണ്. ഈ ചലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ ഇരുന്നാൽ തന്റെ വലത്തെ കൈപടം വലത്തെ തുടപ്പൽ വെക്കുകയും അതിന്റെ വിരലുകൾ മുഴുവൻ മടക്കി പിടിക്കുകയും വിരലോട് അടുത്ത വിരൽ കൊണ്ട് അഥവാ ഈ ചൂണ്ടുവിരൽ കൊണ്ട് ആംഗ്യം കാണിക്കുകയും ചെയ്യും. ഇടത്തെ കൈ ഇടത്തെ തുടമേൽ വെക്കുകയും ചെയ്യും. വാഇൽ ഇബ്നു ഹുജ്ർ റളിയല്ലാഹു അൻഹു പറയാണ്, ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടുവിരൽ ഉയർത്തി അതിനെ ചലിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഈ വിരല് അനക്കിനെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഇഖ്ലാസാണ്. എന്താ ഇഖ്ലാസ് എന്ന് പറഞ്ഞാല് നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഇതിനെ കൈ ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നത് ഒരു പ്രസംഗത്തിന്റെ ഗൗരവം, അവൻ പറയുന്ന വിഷയം അയാളുടെ മനസ്സിൽ വളരെ സ്വാധീനം ചെലുത്തുമ്പോൾ അയാൾ അറിയാതെ വരുന്നതാണ് ഈ ആംഗ്യം കാണിക്കുന്നത്. അതുപോലെയാണ്, അല്ലാതെ ഇങ്ങനെ വെറുതെ നടക്കുകയല്ല. ഉദാഹരണം, പ്രാർത്ഥനയുടെ വാക്ക് വരുമ്പോഴാണ് അനക്കേണ്ടത്. അത്തഹിയാത്തുൽ മുബാറക്കാത്ത് എന്ന് പ്രാർത്ഥന അല്ല, പ്രാർത്ഥന അല്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്തി വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. ആ പ്രാർത്ഥനയുടെ ഗൗരവം. അപ്പൊ പ്രാർത്ഥിക്കുന്ന വാക്കുകൾ വരുമ്പോഴാണ് വിരൽ അനക്കേണ്ടത് മനസ്സിലാക്കുക. അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു വമാ അസ്റഫ്തു വമാ അൻത അലം ബിഹി മിന്നി അൻതൽ മുഖദ്ദിമു വഅൻതൽ മുഅഖിറു ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്തി വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. അപ്പൊ ഈ പ്രാർത്ഥനയുടെ വാക്കുകൾ വരുമ്പോഴാണ് കൈ വിരലുകൾ അനക്കേണ്ടത്. അതിന് യാതൊരു വിരോധവുമില്ല. അത് ഇഖ്ലാസാണ്. അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ അവന്റെ മനസ്സാന്നിധ്യം ഉണ്ട് എന്നതിന്റെ ഈ അടയാളമാണ്. അപ്പോ അതായത് നാം ചൊല്ലുന്നതിന്റെ ആശയത്തിൽ ശരിക്കും മുഴുകിയാൽ വിരൽ സ്വാഭാവികമായി ചലിച്ചുകൊണ്ടിരിക്കും. ഈ ചലനമാണ് ഉദ്ദേശിക്കുന്നത്.
ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എഴുതി വയുഹർരിഖുഹാ ഷൈഅൻ, അവിടുന്ന് അതിനെ അല്പം ചലിപ്പിക്കും. അല്പം ചലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ ഭാഗം വരുമ്പോൾ മാത്രമേ ചലിപ്പിക്കുള്ളൂ. അതിന് വിരോധമില്ലെന്ന് വിശുദ്ധ റസൂലുള്ളാഹി അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് പ്രവാചകന്റെ ശരീരക്കെതിരല്ല. അതേപോലെ തന്നെ ആ ഇരുത്തത്തിൽ അത്തഹിയ്യാത്തോതണം. നമുക്കറിയാം അത്തഹിയ്യാത്തിന്റെ തഹിയ്യാത്തുലില്ലാഹി വസ്സലവാത്തു വത്തയ്യിബാത്തു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇങ്ങനെ വ്യത്യസ്ത രൂപങ്ങൾ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ച അത്തഹിയ്യാത്ത് ചൊല്ലുക. ശേഷം സ്വലാത്ത് ചൊല്ലുക. സ്വലാത്തിന് ഒരുപാട് രൂപങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അതില് നമ്മൾ സാധാരണ ചൊല്ലി വരാറുള്ള അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ് എന്ന് ചൊല്ലാം. ധാരാളം രൂപം, വ്യത്യസ്ത രൂപത്തില് ഈ സ്വലാത്ത് ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. എല്ലാം കൂടി ഞാനിവിടെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. നമ്മൾ ചൊല്ലി വരുന്ന ആ ഇബ്രാഹിമി സ്വലാത്ത് വൃത്തിയായി ചെല്ലുക. ഇവിടെ നമ്മൾ പറയാൻ വിട്ടുപോയൊരു സംഗതി, സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഫാത്തിഹയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹ് പറഞ്ഞതാണ്, ഫാത്തിഹ ഞാനും എൻ്റെ അടിമക്കടയിലും ഞാൻ വീതിച്ചിട്ടു എന്ന. ഫാത്തിഹയിലെ ഓരോ ആയത്തിനോടും അള്ളാഹു പ്രതികരിക്കുന്നു. എങ്ങനെ? ഇദാ ഖാലൽ അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. ഈ പ്രതികരണം കൂടി നമ്മുടെ മനസ്സിൽ വരും. ഞാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു എന്നോട് ഹമിദനി അബ്ദി എന്ന് സന്തോഷത്തോടെ പറയുന്നുണ്ട് എന്നൊരു ബോധം നമ്മുടെ മനസ്സിൽ നിലനിൽക്കണം. അർ-റഹ്മാനിർ റഹീം എന്ന് ഓതുമ്പോൾ അള്ളാഹു പറയും അഫ്നാ അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് അള്ളാഹു പറയും. മാലിക് യൗമിദ്ദീൻ എന്നൊരു അടിമ പറയുമ്പോൾ അള്ളാഹു പറയും മജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് അള്ളാഹു സന്തോഷത്തോടെ പറയും. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് അള്ളാഹു ഒരടിമ പറയുമ്പോൾ ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറാണ്. എൻ്റെ അടിമ എന്താണോ ചോദിച്ചത് അത് ഞാൻ അവന് നൽകും. എന്താ ചോദിച്ചത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് സഹായം തേടുന്നു. ആ അള്ളാഹിനോട് മാത്രം സഹായം തേടി പ്രാർത്ഥിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹ് തരും. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം മുതൽ വലല്ലാലിൻ വരെ പറയുമ്പോൾ അള്ളാഹു പറയും അത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറാണ്. എന്താണോ അടിമ ചോദിച്ചത് ഞാൻ അത് അവന് നൽകുന്നതാണ് എന്ന് പറയും. ഇത് നമ്മൾ പ്രത്യേകമായി ഫാത്തിഹ ഓതുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഓരോ ആയത്തിനും അള്ളാഹു പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ അത്തഹിയ്യാത്ത് സ്വലാത്ത് ചൊല്ലുക. ശേഷം നമുക്ക് ഇഷ്ടമുള്ള ധാരാളം പ്രാർത്ഥനകളുണ്ട്. നമ്മൾ സാധാരണ ചൊല്ലി വരുന്നത് അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുമ്മ അല്ലാഹുവേ ഗഫിർലി, നീ എനിക്ക് മാപ്പ് നൽകണം. മാ ഖദ്ദംതു, ഞാൻ പണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകളും. വമാ അഖർതുന്റെ അർത്ഥം എന്താണ്? എല്ലാവരും പറഞ്ഞ് ചെയ്യാൻ പോകണം, അപ്പൊ ഇനി ചെയ്യാൻ തന്നെ തീരുമാനം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ അവസരം കിട്ടിയിട്ടും ഞാൻ ചെയ്യാതെ മാറ്റിവെച്ച ഒരുപാട് നന്മകളുണ്ട്. തെറ്റാണത്. നമ്മൾ മരിക്കുന്ന സമയത്ത് ചില മനുഷ്യന്മാര് ഖേദിച്ചുകൊണ്ട് പറയുന്നെന്താ? സൂറത്തുൽ മുഅ്മിനൂൻ മറച്ചു നോക്കേണ്ടി, ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗതു ഖാല റബ്ബി ഇർജിഊൻ. അവരിൽ ചില ആൾക്ക് മരണം വരുമ്പോ അവർ പറയും റബ്ബി ഇർജിഊൻ, പടച്ചോനെ എന്നെ ഒന്ന് ദുനിയാവിലേക്ക്, ജീവിതത്തിലേക്ക് മടക്കണം. എന്തിനെ? നല്ലോണം കേട്ടോ. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു. ഞാൻ ചെയ്യാൻ അവസരം കിട്ടിയിട്ടും ചെയ്യാതെ മനഃപൂർവ്വം ഒഴിവാക്കി കളഞ്ഞ എല്ലാ നന്മയും ഞാൻ ചെയ്തോളാണ്. അയാൾക്ക് ഏറ്റവും ഖേദം തോന്നുന്ന സമയം എന്താ അറിയോ? ഇന്നതൊക്കെ എനിക്ക് ചെയ്യാൻ അവസരം കിട്ടിയിരുന്നല്ലോ റബ്ബേ, എന്നിട്ട് ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതാണല്ലോ. അതൊരു തിന്മയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ഒരു നന്മ ചെയ്യാൻ അവസരം കൊടുത്തിട്ട് മുഖം തിരിച്ചാൽ
മരിക്കുന്ന സമയത്ത് അവൻ ഖേദത്തോട് പറയേണ്ടി വരും, അങ്ങനെ ഒരുപാട് നന്മകൾ ഞാൻ വിട്ടുപോയിട്ടുണ്ട് റബ്ബേ, അത് എന്റെ പേരിൽ ഒരു പാപമായിട്ട് ഏറ്റെടുക്കരുത്, മാപ്പ് നൽകണം. അതാണ് വമാ അഖറത്തു വമാ അസ്റർതു, ഞാൻ രഹസ്യമായി ചെയ്തത്, വമാ അലൻതു, ഞാൻ പരസ്യമായി ചെയ്തത്, വമാ അൻത അലമു ബിഹി മിന്നി, ഞാൻ എന്നേക്കാൾ കൂടുതൽ നീ അറിയുന്ന, എന്നിൽ അറിയാതെ സംഭവിച്ചു പോയ പാപങ്ങൾ എല്ലാം നീ പുറത്തു തരണം. ആ പ്രാർത്ഥന വളരെ ശ്രേഷ്ഠമാണ്, നമുക്ക് പറയാവുന്നതാണ്. അതേപോലെ തന്നെ 4 കാര്യത്തിൽ നിന്ന് കാവലിനെ തേടാതെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർള് നിസ്കാരാവട്ടെ സുന്നത്ത് നിസ്കാരാവട്ടെ സലാം വീട്ടിയിട്ടില്ല. നമ്മൾ ചില ആൾക്ക് സംശയം ഉണ്ടാവും, ഫർള് സുന്നത്ത് നിസ്കാരത്തിൽ മസീഹ് ദജ്ജാൽ വരെ ചെല്ലണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ആയിഷ റളിയല്ലാഹു അൻഹയുള്ള സമയത്ത് ജൂതരായ കുറച്ച് സ്ത്രീകൾ വന്നു. അവരുടെ എന്തോ ചില വിഷയങ്ങൾ സംസാരിക്കാൻ വന്നതാണ്. സംസാരം കഴിഞ്ഞ് പോകുമ്പോൾ ജൂതയായ ഈ സ്ത്രീകൾ പറഞ്ഞു, ആയിഷ, ഖബറിൽ അള്ളാഹു നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഖബറിൽ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താണെന്നൊന്നും അള്ളാഹ് റസൂല് പറഞ്ഞു കൊടുത്തിട്ടില്ല. ആയിഷ അള്ളാഹുവിന് ആദ്യമായിട്ടാണ് ഖബറിൽ ശിക്ഷ ഉണ്ടാവുമെന്ന് കേൾക്കുന്നത്. അങ്ങനെ നിമിഷറാസം വന്നപ്പോ ആയിഷ അള്ളാഹുവിനെ ചോദിച്ചു, റസൂലെ, ഒരു മനുഷ്യൻ ഖബറിൽ പരീക്ഷിക്കപ്പെടുമോ? സഹോദരന്മാരെ, അള്ളാഹുന്റെ റസൂല് പരീക്ഷക്കപ്പെടുന്നും പെടൂല എന്നും അല്ല പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞതല്ലോ? ആയിഷ, നമ്മളൊക്കെ പടച്ചോൻ കാക്കട്ടെ എന്ന. അള്ളാഹുന്റെ റസൂലിന് പോലും പേടിണ്ടായിരുന്നു. അത്ര ഗൗരവമുള്ളതാണ് ഖബറിലെ ശിക്ഷ. ആ സംഭവത്തിന് ശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ അള്ളാഹ് പറയാണ്, ഞാൻ ഈ ചോദ്യം ചോദിച്ച് അള്ളാഹു റസൂല് മറുപടി പറഞ്ഞതിന് ശേഷം ഒരു നിസ്കാരം, അത് ഫർളാവട്ടെ സുന്നത്താവട്ടെ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്തി വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ എന്ന് ചൊല്ലാതെ അള്ളാഹുവിന്റെ റസൂല് ഒരു നമസ്കാരത്തിനും സലാം കിട്ടിയിട്ടില്ല. അപ്പൊ ഫർളാവട്ടെ സുന്നത്താവട്ടെ ഈ പ്രാർത്ഥന മസ്റ്റാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗൗരവമുള്ള സംഗതിയാണ് ഖബർ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഖബറിലെ അവസ്ഥയാണ് ഏറ്റവും ഭയാനകമായിട്ട് എനിക്ക് തോന്നിയത്. ആയിഷ റളിയല്ലാഹു അൻഹ രാത്രി അള്ളാഹു റസൂലിനെ കാണില്ല. തന്റെ കൂടെ കിടന്നുറങ്ങിയ റസൂലിനെ രാത്രി കാണാനില്ല. അള്ളാഹു റസൂലിനെ ആയിഷ റളിയല്ലാഹു അൻഹ ആദ്യം അന്വേഷിച്ചത് മസ്ജിദ് നബവിയിലാണ്. അവിടെ കാണില്ല. നേരെ പോവാ രാത്രി കൂരാക്കൂരി ഇരുട്ടത്ത് മദീന ശ്മശാനത്തിലെ കുഴിച്ചിട്ട ഖബർ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന നേതാവിനെയാണ്, കുഴിച്ചിട്ട ഖബർ നോക്കി കരയുന്ന പ്രവാചകനെയാണ്, അള്ളാഹു റസൂലിനെയാണ് ആയിഷ അള്ളാഹുവിനെ കാട്ടുന്നത്. അത്രമേൽ ഭയാനകമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ തിങ്ങിയ താടി നിറഞ്ഞ് കവിഞ്ഞ് ഉറ്റിവിടാറുണ്ട്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പരലോകത്തേക്കുള്ള യാത്രയിൽ നമുക്ക് ആദ്യമായി കടന്നു പോകേണ്ട കടമ്പയാണ് ഖബർ. അതുകൊണ്ട് ഈ 4 കാര്യത്തിന് എന്തായാലും കാവൽ നിർത്തണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, പ്രവാചകരെ, താങ്കൾ എനിക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരണം. എന്തിന്? അദ്ഉ ഫീ സ്വലാത്തി, എനിക്ക് എന്റെ നിസ്കാരത്തിൽ പ്രാർത്ഥിക്കാനാണ്. അപ്പൊ അള്ളാഹു റസൂൽ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കതീറൻ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക് വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുവേ, ഇന്നി ളലംതു നഫ്സി ളുൽമൻ കതീറൻ, ഞാൻ എന്നോട് ധാരാളമായ അക്രമം പ്രവർത്തിച്ചു പോയിട്ടുണ്ട്. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ പാപം പൊറുത്ത് വേറെ ആരുമില്ല. അതുകൊണ്ട് ഫഗ്ഫിർ ലീ, നീ എനിക്ക് മഗ്ഫിറത്ത് തരണം, നീ എനിക്ക് പുറത്തു തരണം. മഗ്ഫിറതൻ മിൻ ഇൻദിക്, നിന്റെ അടുക്കലുള്ള അപാരമായ മഗ്ഫിറത്ത് കൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകണം. വർഹംനി, നീ എന്നോട് കരുണ കാണിക്കണം. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, അല്ലാഹുവേ, നീ ഏറ്റവും പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണല്ലോ എന്ന് പറയണം. അങ്ങനെ ധാരാളം പ്രാർത്ഥനകൾ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഇങ്ങനെ നമുക്ക് ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ധാരാളം പ്രാർത്ഥന ചെല്ലാം. അങ്ങനെ ദീർഘമായി പ്രാർത്ഥിച്ച് ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് വലത്തോട്ടും ഇടത്തോട്ടും
നല്ലോണം തിരിയണം. ബാക്കിൽ നിസ്കരിക്കാൻ ആളുണ്ടെങ്കിൽ നമ്മുടെ കവിളിന്റെ വെളുപ്പ് അവർക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ തിരിയണം. ഒന്നിങ്ങനെ ആക്കിയാ പോരാ, ഇങ്ങനെ ആക്കിയാൽ പോരാ, നല്ലോണം അവർ തിരിയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതിന്റെ അടുക്ക് ഇങ്ങനെ ആക്കണ്ട. ചില ആളുകൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും അങ്ങനെ ആക്കണ്ട. ഈ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ഈ തിരിയുമ്പോ ശ്രദ്ധിക്കുക, റസൂലിന്റെ കവിളിന്റെ വെളുപ്പ് മഅ്മൂമിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ അദ്ദേഹം തിരിയാറുണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കുക. 3 or 4 റക്അത്തുള്ള നമസ്കാരമാണെങ്കിൽ തശഹ്ഹുദ് മാത്രം ചൊല്ലിയാൽ മതി. ആദ്യത്തെ തഹിയ്യാത്തിൽ സ്വലാത്തു ചൊല്ലേണ്ടതില്ല. എന്നിട്ട് അടുത്ത റക്അത്തിൽ പോവാം. അപ്പോ അവസാന തശഹ്ഹുദിൽ തവറുക്കിന്റെ ഇരുത്താണ്. എല്ലാവർക്കും അറിയാലോ, നമ്മൾ നിലത്തിരിക്കുക, നമ്മുടെ വലത്തെ കാലിന്റെ അടി കൂടെ ഈ എന്താ പറയാ, ഇടത് കാൽ നീട്ടി വെച്ച് ചന്തി നിലത്ത് വെച്ച് വലത് കാൽ നാട്ടി വെക്കണം. അങ്ങനെ തവറുക്കിന്റെ ഇരുത്തമാണ് അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കേണ്ടത്. അപ്പോ ഇടത് കാൽ നാട്ടി വെക്കുക, എന്നിട്ട് ചന്തി നിലത്ത്, വലത് കാൽ ഈ അടി കൂടെ അങ്ങനെ, നമുക്കറിയാലോ തവറുക്കിന്റെ ഇരുത്തം, ആ രൂപത്തിൽ ഇരിക്കുക. അതാണ് അവസാനത്തെ റക്അത്തിൽ ഇരിക്കേണ്ടത്. ആദ്യത്തെ റക്അത്തിൽ ഇഫ്തിറാഷിന്റെ ഇരുത്താണ്. അത് നമ്മള് ഇടത്തെ കാൽമലായിരിക്കുക, വലത് കാലിങ്ങനെ നാട്ടി വെക്കുക ചെയ്യും. തവറുക്കിന്റെ ഇരുത്തം നമ്മൾ നിലത്തായിരിക്കുക, വലത് കാലിന്റെ അടി കൂടെ ഇടത് കാലം ഇങ്ങനെ പുറത്തേക്ക് അല്പം കാണുന്ന രൂപത്തിൽ വെക്കുക. അതാണ് തവറുക്കിന്റെ ഇരുത്തം എന്ന് പറഞ്ഞത്. ഇനി 2 റക്അത്ത് നിസ്കാരമാണെങ്കിൽ ഇതിലേതിരുത്തവും നമുക്ക് അവസാനത്തെ അത്തഹിയ്യാത്തിൽ സ്വീകരിക്കാവുന്നതാണ്. സലാം വീട്ടുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം വീട്ടിയിട്ടുണ്ട്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാണ് വീട്ടുക. ഇതൊരു സംശയം ഉണ്ടത്, ആരോടാണ് ഈ സലാം പറയുന്നത്? കൂടുതൽ ആളുണ്ടെങ്കിൽ വേക്കുള്ള മനുഷ്യന്മാരോടാണ് വിചാരിക്കുക. ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലോ മലക്കളോടാണ്. നമ്മുടെ കൂടെ മലക്കൾ ഉണ്ടാവും. അത് മണക്കേണ്ടതില്ല. ഒരാൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നിസ്കാരത്ത് പറഞ്ഞ വഅലൈക്കും അസ്സലാം എന്ന് മണക്കേണ്ടതില്ല. അത് സത്യവിശ്വാസികളോടും അവിടെ കൂടിയ മലക്കളോടുമാണ് ആ സലാം പറയുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത്രയുമാണ് നമസ്കാരത്തിന്റെ രൂപവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തെങ്കിലും പ്രസക്തമായ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാവുന്നതാണ്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത സുജൂദിൽ നമുക്ക് മനസ്സുകൊണ്ട് മലയാളത്തില് പ്രാർത്ഥിക്കാൻ പറ്റുമോ? സുജൂദില് ഫർദ് നിസ്കാരത്തില് അറബി അല്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. സുന്നത്ത് നിസ്കാരത്തില് മനസ്സുകൊണ്ടല്ല തൊള്ളുകൊണ്ട് തന്നെ പറയാം. ഫർദിൽ നമുക്ക് മനസ്സുകൊണ്ട് പറയാൻ പറ്റൂല അല്ലേ? മനസ്സുകൊണ്ട് നമുക്ക് ഫർദിലും പറയാം. മനസ്സുകൊണ്ട് പറയാം, ഏതിലും പറയാം. പക്ഷെ ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പം ഫർദ് നിസ്കാരത്തിൽ റസല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നത് എപ്രകാരം നിങ്ങൾ കണ്ടു അങ്ങനെ നമസ്കരിക്കാന്ന് റസൂല പറഞ്ഞുകൊണ്ട് അതിൽ മറ്റൊരു ഭാഷ ഉപയോഗിക്കാതിരിക്കുക നല്ലതെന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. സുന്നത്ത് നിസ്കാരത്തിൽ എന്തായാലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അള്ളാഹുവോട് പറയാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്രയും സമയം പറഞ്ഞതും കേട്ടതും സ്വാലിഹായ ഒരു അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഇബാദത്ത് നമസ്കാരം കുറ്റമറ്റ രൂപത്തിൽ നിർവഹിക്കുവാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് റബ്ബി ജഅൽനി മുഖീമസ്സലാം, പടച്ചോനെ നിസ്കാരം ഈ പറഞ്ഞ കോലത്തിൽ വൃത്തിയായി നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇന്ന് ഉൾപ്പെടുത്തണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഉത്തരവാദിത്തമാണ്, അമാനത്താണ്. അള്ളാഹു നമ്മെ ഏൽപ്പിച്ച അമാനത്താണ് നമസ്കാരം. ഇന്നാ അളന്നൽ അമാനത്ത അല സമാവാതി വൽ അർദ്, ആകാശഭൂമികൾക്ക് മുമ്പിൽ അള്ളാഹു അമാനത്ത് വെച്ചു. ഈ അമാനത്തിൽപ്പെട്ട ഒന്നാണ് നമസ്കാരം. അള്ളാഹ് നമ്മൾക്ക് ഏത് രൂപത്തിലാണോ നിർവഹിക്കാൻ പറഞ്ഞത് അതേ രൂപത്തിൽ നിർവഹിക്കുന്ന ആളുകളായിട്ട് അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.